ലീഗ് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേതാക്കൾക്ക് മാത്രമായി ഒരു മുന്നണി മാറാൻ കഴിയില്ല. അണികളെയും വിശ്വസിപ്പിച്ച് ഒപ്പം കൂടെ പടിയിറക്കണമെന്നുണ്ടെങ്കിൽ അണികളെയും വിശ്വസിപ്പിക്കാനായിട്ടുള്ളൊരു മെക്കാനിസം വേണം. മുന്നണി മാറ്റത്തിനുള്ള ഒരു നിലമൊരുക്കലാണ് 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് 3-ാം സീറ്റ് എന്ന ആ വാചകത്തിൽ പിടിച്ചുകൊണ്ട് 3-ാം സീറ്റ് കിട്ടില്ലെന്ന് ലീഗിനറിയാം. ഇപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. UDF തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും അറിയാം. കാരണം ഉഭയകക്ഷി ചർച്ചകളൊന്നും അതിനുശേഷം നടക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ 2026 മുന്നോടിയായി ഇടതുപക്ഷത്തേക്ക് ചായാനായിട്ടുള്ള നേതാക്കളിൽ ചിലരുടെ മനസ്സ് അത് അവർ കൃത്യമായി അണികളെ കൂടി ബോധ്യപ്പെടുത്താതെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിലെത്തുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിലമൊരുക്കലാണ്. പിന്നെ ഇന്ന് മന്ത്രി പി രാജീവ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം മുസ്ലിം ലീഗ് ഒരു 3-ാം സീറ്റിന് യാചിച്ച് താണു വീണ് കേണിങ്ങനെ അപേക്ഷിച്ച് തുടരേണ്ട ആവശ്യമുണ്ടോ? കാരണം ലീഗ് ജയിക്കുന്ന 2 സീറ്റും ലീഗിന്റെ മെറിറ്റിൽ കിട്ടുന്ന സീറ്റുകളാണ്. അല്ലാതെ കോൺഗ്രസ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സീറ്റുകളല്ല. ലീഗിന്റെ ഓൺ മെറിറ്റിൽ അവർ ജയിക്കുന്നതാണ് അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന 2 സീറ്റുകളും. അതപ്പോൾ ആരും കൊടുത്തതല്ല, അത് അവരുടേതാണ്. ആ 2 സീറ്റുകളും മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ സീറ്റുകളാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ലീഗ് ആ 2 സീറ്റിലും ജയിക്കും. പിന്നെ 3-ാമത്തെ ഒരു സീറ്റായി വയനാട് കൊടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് അവിടെ എന്താണ് സംഭവിക്കുക, എന്ത് നഷ്ടമാണ് സംഭവിക്കുക എന്ന് ലീഗ് ചോദിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ഒറ്റയ്ക്കാണോ? അല്ല, ലീഗിന്റെ മെക്കാനിസമാണ് അവിടെ നടന്നത്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഉയർത്താൻ, UDFന്റെ സീറ്റെണ്ണം കൂട്ടാൻ, അതിനെല്ലാം ലീഗ് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. എന്നാൽ ലീഗ് തങ്ങൾക്ക് ആനുപാതിക പ്രാതിനിധ്യം വേണം. CPIക്ക് കൊടുക്കുന്നത് പോലെ അത്രയും വേണ്ട, 3-ാമതൊരെണ്ണമാണ് ചോദിക്കുന്നത്. CPIക്ക് 4 ഉള്ളപ്പോഴാണ് ലീഗ് ഇവിടെ 3-ാമത്തേതിൽ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ തവണയല്ലല്ലോ, പല തെരഞ്ഞെടുപ്പായി ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഗണിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ 3-ാം സീറ്റില്ല. പിന്നെ രാജ്യസഭാ സീറ്റ്, ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ കുറിച്ചൊന്നും കോൺഗ്രസ് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റും കൊടുക്കാതെ വരുമ്പോൾ അത് കൂടുതൽ ലീഗിനെ ചൊടിപ്പിക്കും. ചൊവ്വാഴ്ച നടന്ന പാണക്കാട്ടെ നേതൃയോഗം, ആ നേതൃയോഗത്തിൽ സാദിഖ് അലി തങ്ങളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടി, ടി മുഹമ്മദ് ബഷീർ, MP അബ്ദുൽ സമദ് സമദാനി, PMA സലാം, ഈ നേതാക്കൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനം അത് പുറത്തിറങ്ങി വന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലുണ്ട്. എല്ലാ തവണയും ചോദിച്ചതുപോലെയല്ല, ഇത്തവണ തരുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാം എന്ന ഒരു സ്ട്രോങ് മെസ്സേജ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു ആ പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുമ്പോൾ. അപ്പോൾ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് 25-ാം തീയതി മറ്റന്നാൾ ഞായറാഴ്ച കൊച്ചിയിൽ ചേരുന്ന UDFന്റെ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ലീഗ് പോകും എന്നൊക്കെ കരുതുന്നവരുണ്ട്. എന്തായാലും ലീഗിന് പ്രതിഷേധമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അവർ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നത് ഞായറാഴ്ചത്തെ യോഗത്തിന് ശേഷമായിരിക്കും വ്യക്തമാവുക. ഞായറാഴ്ചത്തെ യോഗത്തിൽ കോൺഗ്രസ് ഇതേ നിലപാടെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇനിയും നാണം കെട്ട് തുടർന്നിട്ട് എന്ത് കാര്യം? കാരണം നാട് മുഴുവൻ ലീഗിന്റെ 3-ാം സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളടക്കം ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. എന്നിട്ടും ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് എല്ലാ തവണത്തെയും പോലെ ഇളിഭ്യരായി നിൽക്കാൻ ലീഗിനെ ഇനി കിട്ടുമോ എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യമാണ്. അണികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് LDFിലേക്ക് പോയാൽ കിട്ടുന്ന മെച്ചത്തെക്കുറിച്ച് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം LDFിലേക്ക് പോയാൽ അനൗപചാരികമായി നടക്കുന്ന ചർച്ചകളിൽ കേൾക്കുന്നത് 4 ലോക്സഭാ സീറ്റ്, അതോടൊപ്പം തന്നെ 2026 30 നിയമസഭാ സീറ്റ്. അത് 30-ൽ ലീഗിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വെച്ച് എത്രയെണ്ണം ജയിക്കാൻ കഴിയും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സംഘടനാ സംവിധാനം കൂടി ചേരുമ്പോൾ എന്നതും പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ 4+30 എന്ന് പറയുന്നത് നല്ലൊരു ഓഫറാണ്. ലീഗ് ആലോചിക്കുമ്പോൾ നല്ലതല്ലേ? ഇവിടെ 3-ാം സീറ്റ് ചോദിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കണം, എന്നാലും തരില്ല, അർഹതയുണ്ടെങ്കിലും കൊടുക്കില്ല. ഈ പിടിവാശി എന്തിനാണ്? UDFനല്ലേ സീറ്റെണ്ണം കൂടുന്നത്, അല്ലാതെ കോൺഗ്രസിന് മാത്രം ലീഗിന് മാത്രം അങ്ങനെയല്ല. പിന്നെ മുസ്ലിം പ്രാതിനിധ്യം, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ ആളുകളെ നിർത്തി ലീഗിന് ജയിപ്പിക്കാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് മറ്റൊരാളെ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? ലീഗിന് തന്നെ നിർത്താവുന്ന കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അവർ നിർത്തി ജയിപ്പിക്കട്ടെ, ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് അവരത് ചൂണ്ടിക്കാട്ടിയതുമാണ്. അപ്പോൾ മുന്നണി മാറ്റത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ കണക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 26% വരും. അതിനാനുപാതികമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കിട്ടിയ അല്ലെങ്കിൽ സീറ്റ് കിട്ടിയ എണ്ണം നോക്കിയാൽ CPI 1283 സീറ്റ് നേടിയപ്പോൾ അവിടെ ലീഗ് നേടുന്നത് 2131 സീറ്റാണ്. ഏകദേശം ഇരട്ടിയോളം സീറ്റുകൾ അവിടെ ലീഗ് നേടുന്നുണ്ട്. അതായത് 12% വോട്ട് ഷെയർ CPIക്കുള്ളപ്പോൾ 24% ലീഗിന്റെ വോട്ട് ഷെയർ. ജില്ലാ പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ UDF നേടിയതിലെ 33% ലീഗിന്റെ സംഭാവനയാണ്. മുനിസിപ്പാലിറ്റി എടുത്തു നോക്കിയാൽ 35% ലീഗിന്റെ സംഭാവനയാണ്. അങ്ങനെ എന്തുകൊണ്ടും അർഹതയുള്ള ലീഗിന് ഈ അവഗണന കഷ്ടപ്പെട്ട് സഹിച്ച് അമർഷമെല്ലാം കടിച്ചു പിടിച്ച് തുടരേണ്ട ആവശ്യമൊന്നുമില്ല. അണികളെ കൂടി ബോധ്യപ്പെടുത്തുക, ഇവിടെ സീറ്റ് തന്നില്ലെങ്കിൽ LDFിലേക്ക് പോവുക. അവർ നന്നായി, CPI ഒറ്റയ്ക്ക് ജയിച്ചാൽ ജയിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ട് 4 സീറ്റ് കൊടുക്കുന്നില്ലേ, ജയിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ലേ? പരിഗണിക്കുന്ന ഇടത്തേക്കാണ് പോകേണ്ടത്, അല്ലാതെ അവഗണന സഹിച്ച് അവിടെ തുടരുകയല്ല ലീഗ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.